ഇരുന്നിട്ട് സെക്യൂർ ചെയ്യുന്ന റൗണ്ട് ഏരിയ സെക്യൂർ ചെയ്യുന്ന പരിപാടിയാണ് ഇത്. ഫോണിലുണ്ടോന്ന് പറഞ്ഞുകൂടാ. ഇത് PC ഗെയിമാണ്, പക്ഷെ കുറച്ച് കിടിലമാണെന്ന് പറഞ്ഞു. ഡോമിനേഷൻ അത് തന്നെ സെക്യൂർ ആണ്. അത് കുറച്ച് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടു നോക്കാം. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഗെയിം പ്ലേ ഒന്ന് കാണിച്ചിട്ട് ഞാൻ ഇറങ്ങാം. പ്രമോഷൻ ബ്രോ, ബ്രെയിൻ ഇല്ലേ? യൂബിസോഫ്റ്റിലെ ഗെയിമാ. എടാ എന്റെ അവരുടെ പുല്ല് വെച്ച് കൊടുത്ത് കിട്ടും കോടികള്. പ്രമോഷൻ അവർക്കൊന്നും അതിന്റെ ഗതികേടില്ലടാ. വാണപ്പന്മാരെ പ്രമോഷൻ എന്ത് പറഞ്ഞാലും പ്രമോഷൻ. ആസ് എ ഗെയിമർ പുതിയതായിട്ടൊരു ഗെയിം വന്നപ്പോ ഓഡിയൻസിന്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എന്ത് പറഞ്ഞാലും കുണ്ണയും പൊക്കിക്കൊണ്ട് കുറെ പുണ്ടച്ചികൾ വരും. ഒരു ഇതും ഇല്ലാത്ത കുറെ പ്രമോഷൻ. പിന്നെ യൂബിസോഫ്റ്റ് എനിക്ക് ഡയറക്റ്റ് പ്രമോഷൻ തരാൻ പോണു പുതിയ ഗെയിം. ഞാൻ ഈകളെ ഒന്ന് ലൈവിൽ കാണിക്കും. ഈകളെ ഞങ്ങൾക്ക് ഭയങ്കര ഡൗൺലോഡ്സ് കുറവാ, ഒന്ന് ഞങ്ങള് യൂബിസോഫ്റ്റിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യുന്നേ. എടാ പോടാ. ഹലോ, എന്താടാ അതെങ്ങനെ ബീപ്പ് വന്നത്? ബീപ്പൊക്കെ വരും. പുതിയതാണോ? ഉണ്ടോടാ ഗൈസ്? ഞാൻ പറഞ്ഞില്ലേ, മലയാളികൾ ഇങ്ങനെയാണ് ഗൈസ്. നമ്മളിപ്പം എന്ത് ഓണസ്റ്റ് ഒപ്പീനിയൻ പറഞ്ഞാലും ഈ കുറെ നാളായിട്ട് ഇങ്ങനെ ഓരോരുത്തന്മാര് പൈസ മേടിച്ച് ഓരോന്ന് ചെയ്യുന്നതിന്റെ പേരിൽ സത്യം പറഞ്ഞാലും ഒരാളും വിശ്വസിക്കൂല ഇക്കാലത്ത്. അതാണ് ഞാനുണ്ട് QA അല്ലേ? നിക്ക് നിന്നെയൊക്കെ ഇനി ആഡ് ചെയ്യണോടെ. സോ അൺറാങ്ക്ഡ് കളിക്കാനേ പറ്റുള്ളൂ. റാങ്ക്ഡ് നമുക്ക് ലെവൽ 40 ആവണം. റാങ്ക്ഡ് ലെവൽ 40 ആയാലേ കളിക്കാൻ പറ്റത്തുള്ളൂ. അൺറാങ്ക്ഡ് മാത്രമേ കളിക്കാൻ പറ്റത്തുള്ളൂ തൽക്കാലം. അതായത് പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗെയിമിന് ഇപ്പൊ ബീറ്റ വെർഷനിൽ ഓടിക്കൊണ്ടിരിക്കുന്നതായതുകൊണ്ട് പൈസ എത്രയാ? ഇത് ഫ്രീ ആണോടാ, ഇത് ഫ്രീ ആയി ഗെയിം. പൈസ ഒന്നും കൊടുക്കണ്ട. നിങ്ങൾ വെറുതെ XDefiant എന്ന് സെർച്ച് ചെയ്താൽ മതി, പൈസ ഒന്നും കൊടുക്കണ്ട. ഇതിനകത്ത് ബാറ്റിൽ പാസിനൊക്കെ മാത്രം പൈസ കൊടുത്താൽ മതി. ഫ്രീ ഡൗൺലോഡാ. ഫ്രീ ആണ്. ഇതിന് ഇപ്പൊ പ്ലേയേഴ്സ് ഭയങ്കര കുറവാ. ഈ സമയത്ത് പ്ലേയേഴ്സ് കിട്ടാൻ ചാൻസ് കുറവാണ്. നമ്മുടെ നാട്ടിലത്തെ ഞാനിപ്പോ സിംഗപ്പൂർ ആയിട്ടേക്കുന്നത്. എക്സിറ്റ് ലാഗ് ഉണ്ടായാലേ എനിക്ക് ദുബായിൽ നിന്ന് ഇത് കളിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ പറ്റത്തില്ല. അപ്പം പ്ലേയേഴ്സിനെ സെർച്ച് ചെയ്തോണ്ടിരിക്കും. ചില സമയത്ത് കിട്ടാറില്ല. രാത്രി നമ്മൾ ഈ സമയത്തൊക്കെ നോക്കുമ്പോൾ ഗെയിംസ് മോസ്റ്റ്ലി കിട്ടാറില്ല. ലേറ്റ് നൈറ്റ് ഒക്കെ 10 മിനിറ്റ് 15 മിനിറ്റ് ക്യൂവിൽ നിന്നിട്ടാണ് ഇത് കളിക്കാറുള്ളത്. നിക്ക് പ്രാക്ടീസ് ജസ്റ്റ് പ്രാക്ടീസ് ലോബി പ്രാക്ടീസ് ഓൺ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പ്രാക്ടീസ് ഓൺ കാണിച്ചു തരാം. അതാ ദുബായിലില്ലേ ഇതില്ല. ദുബായിൽ മോസ്റ്റ് ഓഫ് ദ എല്ലാ സാധനത്തിന്റെ ആക്സസ് അവര് ലിമിറ്റ് ചെയ്തേക്കുക. ദുബായിൽ വാലറന്റിന് സെപ്പറേറ്റ് സെർവറാ. നമ്മൾ കളിക്കുന്ന വാലറന്റ് അല്ല. പബ്ജിയും BGMI പോലെ ഇവിടത്തേക്ക് വേറെ വാലറന്റാ. ഇവിടെ വേറെ ദുബായ് അക്കൗണ്ട് എടുക്കണം. ഞാൻ ദുബായിൽ നിന്ന് ഇപ്പൊ എന്റെ വാലറന്റ് അക്കൗണ്ടിൽ കളിക്കുന്ന ഇതാണ് സംഭവം. ഇത്രേ ഉള്ളൂ. ഓരോ ക്യാരക്ടേഴ്സിന് ഓരോ ഐഡന്റിറ്റി ഉണ്ട്. കുറച്ച് സ്പീഡുള്ള ഗെയിമാണ്. അതായത് കുറച്ച് മൂവ്മെന്റ് സ്പീഡ് ഭയങ്കര കൂടുതലുണ്ട്. ആൻഡ് ഓരോ ക്യാരക്ടേഴ്സിന് ഓരോ എബിലിറ്റിയാണ്. ഇതിന്റെ റീകോയിൽ പാറ്റേൺ ഒക്കെ അത്യാവശ്യം ഒരു ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് കളിക്കാൻ പറ്റിയ റീകോയിലാണ്. വലിയ സീനില്ല, വലിയ റീകോയിലൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷെ നല്ല രസമാണ്, കളിക്കാൻ അടിപൊളിയാണ്. ഇതിന് കുറെ എനിക്ക് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് തോന്നുന്നുണ്ട് ഗെയിം. ഉണ്ടോ FPP ആണിത്. കോഡ് പോലെ ഉള്ള സാധനം എന്താ ട്യൂട്ടോറിയൽ. ഇത് പ്രാക്ടീസ് ആണോ? ഇത് ഓരോ എബിലിറ്റീസ് ഉണ്ട്. ഇതിപ്പോ ഇൻവിസിബിൾ ആവണ എബിലിറ്റി. ഇവന്റെ അൾട്ടി ഇതാക്കി വിഷയസാധനമാണ്. നല്ല എന്താ പറയാ, നല്ല ഒരു സ്ക്വാഡായിട്ട് കളിക്കാൻ പറ്റിയ ഗെയിമാണ് എല്ലാവർക്കും. ഒരു 6 പേർക്ക് ഒരുമിച്ച് കളിക്കാം. റാങ്ക് നല്ല രസമാണ്. എല്ലാം ഉണ്ട്. അപ്പെക്സ് ലെജൻഡ് എല്ലാത്തിന്റെ ഒരു മിക്സ് പോലെ സാധനം. എല്ലാം നൈസാണ്. കുറെ ഗൺസ് ഒക്കെ എടുക്കാം നമുക്ക്. ലേ ഔട്ടിൽ കുറെ ഗണ്ണുകളൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളെ എനിക്ക് ഇത് കാണിച്ചു തരാം. അതിന്റെ ബേസിക് ഒരു മൂവ്മെന്റ് ഇതാണ്. TPP FPP. മിനിമം സ്പെക്ക് എത്രയാണെന്ന് ഞാൻ നോക്കിയില്ല. മിനിമം സ്പെക്ക് നോക്കണം. മാക്കിൽ കിട്ടാൻ ചാൻസ് ഇല്ല. മാക്കിൽ കിട്ടാൻ ഒട്ടും ചാൻസ് ഇല്ല. ഇതിന്റെ ഒരു മാച്ച് നിങ്ങളെ കണക്ട് ആക്കാൻ പറ്റുന്ന ഇത് ഈ ഗെയിം ഒപ്റ്റിമൈസ്ഡ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. ഒരുപാട് ഞാനിപ്പോ എന്റെ സ്പെക്കിൽ മാത്രമല്ല കളിച്ചിട്ടുള്ളൂ. അപ്പൊ ഈ ഗെയിം ഒപ്റ്റിമൈസ്ഡ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കറക്റ്റ് കോഡ് സോഷ്യലില് ഞെക്കിയിട്ട് എന്നെ ആഡ് ചെയ്യ്. ഈഗിൾ വാസം സെർച്ച് ചെയ്യ്.
സോഷ്യലിൽ ക്ലിക്ക് ചെയ്യും. ഞാൻ ജസ്റ്റ് ഒരു മാച്ച് കാണിച്ചാൽ കൈസ്, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ അൺറാങ്ക്ഡ് ആരെങ്കിലും കണക്ട് ആവുന്നോ നോക്കട്ടെ. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ആൻഡ് ഗ്രാഫിക്സ്. ഞാനിപ്പോ ഇട്ടേക്കുന്ന ഗ്രാഫിക്സ് സെറ്റിംഗ്സ് ഹൈ അൾട്രയിലാണ് ഞാൻ ഓടിക്കുന്നത്. വല്ല അൾട്രയിലാണ് ഓടിക്കണം. വെരി ഹൈ അൾട്ര, വെരി ഹൈ അൾട്ര, വെരി ഹൈ അൾട്ര, വെരി ഹൈ അൾട്ര. അൾട്രയിലാണ് ഇപ്പോൾ ഈ ഗെയിം ഓടണേ. അൾട്രയിൽ നിങ്ങൾക്ക് ഈ ഗെയിം എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ സ്ട്രീം ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കാം. എൻ്റെ വീസിംഗ് ഓണാണ്. ഗ്രാഫിക്സ് ക്വാളിറ്റി അൾട്രയ്ക്ക് മുകളിലുണ്ട്. ഗ്രാഫിക്സ് കാർഡ് വേണോന്നോ? അൾട്ര ഫ്രീ ഗെയിമാണ് ബ്രോ. സത്യം പറഞ്ഞ ഇതൊക്കെ പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറയുമ്പോ ഒരു സന്തോഷമല്ലേടാ. യൂബിസോഫ്റ്റ് ഒക്കെ നമ്മളെ പ്രൊമോഷൻ ചെയ്യാൻ ഏൽപ്പിച്ചെന്നൊക്കെ പറയുമ്പോഴേ ഇത് പെയ്ഡ് ആണ് ഗൈസ്. ഇത് പെയ്ഡ് പ്രൊമോഷൻ ആണ് മോനെ. 1 2 ഒന്നും അല്ല, കോടികളാണ് ദുബായ് അക്കൗണ്ടിലോട്ട് അയച്ചത്. കോടികൾ അറിയാവോ? നാട്ടിലത്തെ അക്കൗണ്ടിലല്ല, ദുബായിലോട്ട് കോടികൾ അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു പ്രൊമോട്ട് ചെയ്തേരെ. യൂബിസോഫ്റ്റ് ആണ് നമുക്ക് കോടികൾ അയച്ചത് മോനെ. ഇത് നീ പിള്ളേരോട് പറയണം അടിപൊളി ഗെയിമാണെന്ന് തന്നെ പറയണം. എടാ ലെവലൊക്കെ നോക്കണേ. നമ്മൾ മറ്റേ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ ഒന്നും പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല, മനസ്സിലായി? നമുക്ക് കോടികളുടെ ഡീലേ ഉള്ളൂ. യൂബിസോഫ്റ്റ് ഒക്കെ നേരെ വരുന്നു കോടികൾ അയക്കുന്നത്. എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത്? എക്സ് ഡിഫെൻഡ് എന്ന് സെർച്ച്. എക്സ്ഡിഫൈഡ് എങ്ങനെയായിരുന്നു പേര് പറഞ്ഞു? ഗെയിമിന്റെ പേര് പറഞ്ഞു കേട്ടോ. എന്തോരുന്നു പേര് പറഞ്ഞു? എക്സ്ഡിഫൈൻഡ്. അതന്നെ സാധനം. മനസ്സിലായ? വാസണ, ഞാനൊരു പെണ്ണിനെ ഇഷ്ടമായി എന്ന് പറഞ്ഞ് പ്രപ്പോസ് അടിക്കണമെന്ന് ഒരു ഐഡിയ പറഞ്ഞത് എനിക്കൊരു ഐഡിയ ഇല്ല. നേരെ ചെന്ന് ഇഷ്ടമാണെന്ന് വേണമെങ്കിൽ നീ പറ, അല്ലെങ്കിൽ ആമ്പിള്ളേർ കൊണ്ടു. നീ കൂടുതൽ മോട്ടിവേഷൻ ഒന്നും നിനക്ക് തരാനില്ല. ഞാൻ ഇപ്പോഴേ പറയാം കേട്ടാ, ഇപ്പോഴേ പറയാം. നീ ഇരുന്ന് ആലോചിക്കുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള എക്സ്ട്രോവേർട്ട് പുണ്ടുകൾ നേരെ ചെന്നിട്ട് ഹായ് മാളു എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് പറയുമ്പോഴത്തേക്കിന് നീ മറ്റേ പ്രിപ്പയർ ചെയ്ത് നോട്ടൊക്കെ എഴുതി ചെല്ലുമ്പോഴത്തേക്കിന് അവിടെ ഒരുത്ത് നിന്ന് വല്ല പ്രപ്പോസ് ചെയ്ത് അവർ രണ്ടോട് ഒരുമിച്ച് പോകും. അതെ, ഇതാണ് ഇതിൻ്റെ ബാറ്റിൽ പാസ്. ഇതിൻ്റെ ബാറ്റിൽ പാസ്സിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ, സ്കിൻസ്, ക്യാരക്ടർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് ഇവന്മാരെ എല്ലാ ഗെയിംസിലും കൊണ്ടുവരുന്നൊരു കാര്യമാണ്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാനാണെങ്കിൽ വാലോറന്റിൽ നമുക്ക് ആൾക്കാരുടെ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ യൂബിസോഫ്റ്റിൻ്റെ ഗെയിംസിൽ ക്യാരക്ടേഴ്സിൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അവർ ഔട്ട്ഫിറ്റ് കൊണ്ടുവരും, മിത്തിക് ഔട്ട്ഫിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഓരോ സാധനങ്ങൾ കൊണ്ടുവരും. അത് ഭയങ്കര കിടലുമാണ് ഇവന്മാരുടെ. ഇതൊക്കെ അതിനകത്ത് ക്യാരക്ടറാണ്. ഡുങ്കിരിയാണിത്. ഇതാണ് ഡുങ്കിരിക്ക് കണ്ടോ കോമൺ സ്കിൻ. ഇത് ഡുങ്കിരി. ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇമോട്ട് ഇതുണ്ട്. ഇത് കാർബൺ ഫൈബറോ? ഇതെന്തൊരു തണ്ടർ ബോൾട്ട്. ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ഡ്രസ്സ് കൊണ്ടുവരും ഇവര്. ഉണ്ട് ഇവനെ കണ്ടിട്ട് കറക്റ്റ് ബാൻഡേജിനെ പോലെ ഇരിക്കണ്. റെയിൻബോ 6 Siege കളിക്കുന്നവർക്കറിയാം. ഇത് കണ്ട് ബാൻഡേജിനെ പോലെ തന്നെ ഇരിക്കണ്. അതേ ഹെൽമെറ്റ്, അതേ ഇത്. Creative match. Come on. Let's go. തുടങ്ങി. 100%. Let's go. അതെ, ആള് വന്ന്. ഹായ് ഗൈസ്. ഹായ്. കളി കിട്ടിയോടാ. ഒരുത്തൻ ഇറങ്ങി പോയടാ. വാതിറക്കണ്ടായിരുന്നു. എന്റെ ശബ്ദം കേട്ടോ ഏതോ ഒരുത്തൻ പോയി. തുടങ്ങി. ലിബർട്ടി ഡോമിനേഷൻ. ഇത് ഡോമിനേഷനാണ്. ഇത് അൾട്ര ആണ്. ഈ ഗെയിമിന്റെ അൾട്രാ ഗ്രാഫിക്സിലാണ് ഓടുന്നത്. ഞാൻ ഇവനെ എടുക്കാം. ഇവന്റെ എബിലിറ്റി എന്ന് പറഞ്ഞാൽ, ഇവളുടെ പേരെന്താ? മാലി. എല്ലാരും അവിടെ എടുത്തേക്കണേ. സോ ഇതിപ്പോ നമ്മള് ഡോമിനേഷൻ, അതായത് നമുക്ക് ഇവിടെ കുറെ സാധനങ്ങളുണ്ടാവും. അതായത് നമ്മൾ പോയി സെക്യൂർ ചെയ്യണം. അത് നമ്മൾ പോയി സെക്യൂർ. This op's a bit raucous for the Echelon playbook, but I'm sure you'll manage.
ഗ്രാഫിക്സ് കൊള്ളാം. ഡോമിനേഷൻ 3, 2, 1. റിയൽ പ്ലേയേഴ്സ് ആണ്. Secure those capture zones, Agent. ഇവന്റെ ഫസ്റ്റ് എബിലിറ്റി ഇതുണ്ട്. ഇത് ഞാൻ ഇപ്പൊ വന്ന് ഇവിടെ Team capturing zone C. ഇപ്പൊ നമുക്ക് പോയിന്റ് കൂടിക്കൊണ്ടിരിക്കും. മേളിൽ കണ്ടോണം, ലെഫ്റ്റ് സൈഡിൽ ഞങ്ങളുടെ പോയിന്റും റൈറ്റ് സൈഡിൽ അവരുടെ പോയിന്റും ആണ്. ഇത് ക്യാപ്ചർ Capture zone secured. Looks like the shooting started already. അവിടെ വേറെ Secure all zones, ക്യാപ്ചർ Agent. ചെയ്ത് അതാണ് ആ റെഡ് കാണിക്കുന്നത്. ഞാനിപ്പോ ഇൻവിസിബിൾ ആ. ഇത് ഈ Capture zone contested. Zone secured. Hostiles on the scoping zone B. അവനെയും കൊന്ന് ഞാനും ചത്തു. നമുക്ക് റീസ്പോൺ ആവാം. ഇങ്ങനെ റീസ്പോൺ ആയിക്കൊണ്ടേയിരിക്കാം. ഈ ഒരു സാധനം എന്താ, ഇത് നമ്മൾ സെക്യൂർ ചെയ്ത് പോയിന്റ് കൂട്ടുക എന്നുള്ള ഇത് മാത്രം നോക്കിയാൽ മതി നിങ്ങൾ. Tango dispatch. Going in. I am down, but not out. അതിലുണ്ട്. നമ്മൾ 90 ആയിപ്പോ അത് കിട്ടിയില്ല. ഭയങ്കര റിയലിസ്റ്റിക് ഗൺ മെക്കാനിസം. ഇത് നൈസാണ് കുറച്ച് കണ്ടത്. ഇതിപ്പോ അമ്മമാർക്ക് 116 പോയിന്റ് ആയി. അവര് നമ്മളെയൊക്കെ കൂടുതൽ ക്യാപ്ചർ ചെയ്ത് വെച്ചേക്കും. അമ്മമാർ ഇതേ ഉള്ളു ക്യാപ്ചർ ചെയ്ത്. ഈ റെഡ് കളറിൽ കാണുന്നതൊക്കെ ഇവര് ക്യാപ്ചർ ചെയ്തതാണ്. മനസ്സിലായ കൊന്നപ്പോ അപ്പൊ എന്റെ ഇൻസിഡന്റ് റൈഡ് എടുത്ത് ഹീലിങ്സ് ക്യാരക്ടറിന് മാത്രമേ ഉള്ളൂ. നമ്മൾ കുറച്ചേരം അനങ്ങാൻ നിന്നാ ഹീലാവും, ഓട്ടോമാറ്റിക് ഹീലാവും. കുറച്ചു നേരം അനങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ I'm detecting hostiles on zone C. അവനെ എടുത്ത്. Can anyone provide first aid? അയ്യോ അത് നമ്മുടെ ടീമാ. ഫ്രണ്ട്ലി ഫയർ ഇല്ല. കുറച്ചു നേരം നിന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക് ഹീലാവും. കണ്ട 100 HP ആയി. പിന്നെ നെയ്ഡുണ്ട് കയ്യിൽ. അതെ നെയ്ഡൊക്കെ എടുത്ത് അതിന്റെ തല വന്നു. ഡൈനാമിക് ഇൻവിസിബിൾ ആയി. അവനെ എടുത്ത് ഹെഡ്ഷോട്ട്. കിട്ടിയില്ല. നമുക്ക് ലേഔട്ട് ഒക്കെ ചേഞ്ച് ചെയ്യാം കേട്ടാ. വേറെ കുറെ കൺസ് ഉണ്ട് ഇതിനകത്ത്. വേറെ കുറെ കണ്ണുണ്ട്. ഞാൻ അടുത്തിട്ട് Capture zone contested. Friendlies going for zone B. ബൈക്കും കയറി പണിക്കളഞ്ഞെന്നെ. ഞാൻ നിങ്ങൾക്ക് ഉണ്ടോ ഇത് ചേഞ്ച് ലേഔട്ട് പഠിച്ചു തരാം. എന്താ ഇതിനകത്ത് അൺറാങ്ക്ഡില് കസ്റ്റം. ഇപ്പം ഞാൻ എന്താ ഇപ്പൊ AKM ഇല്ല, അതായത് AKM ആ ഇത്. പക്ഷെ ഭയങ്കര അത്യാവശ്യം റീകോയിൽ കുറച്ച് കൂടുതലാ. വാൾ ബാങ്ക് ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ, നോക്കണം. You're down, but never out, Agent. You got this. സെറ്റ് ഗെയിമാണ്. നൈസ് അല്ലേ? 12 ഇല്ലേ? നമ്മൾ കളി ജയിക്കില്ല. അവന്മാർ കുറച്ച് നല്ല കൂടുതൽ അഗ്രസീവ് ആയിട്ട് കളിക്കണം. നമ്മുടെ ടീം ഭയങ്കര ശോഭമാണ്. Revenge. I can't condone it, but friendlies capturing zone A. എടുത്ത് ഒരുത്തൻ അപ്പം തന്നെ ട്രേഡ് ചെയ്തു. I'm detecting hostiles on zone C. Capture zone secured. നമ്മുടെ 6 പേരുണ്ടെങ്കിൽ അടിപൊളിയാണടാ. 6 പേരുണ്ടെങ്കിൽ അടിപൊളിയാണ്. സീരിയസ് ആയിട്ട് ഞാൻ പറയാമല്ലോ. 6 പേരുണ്ടെങ്കിൽ നൈസാണ്. നമുക്ക് സംസാരിച്ച് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോയി ഇതെല്ലാം ആണെങ്കിലും അവർക്ക് കാണാൻ പറ്റൂടാ. നമ്മളെ ഒത്തിരി ഇൻവിസിബിലിറ്റി ഇല്ല. Friendlies going for zone B. നൈസല്ലേ? സാധനം നൈസല്ലേ? ട്രയോട്ട് ചെയ്ത് നോക്ക്. നമ്മള് അമ്മ 423 ഒരിക്കലും ജയിക്കില്ല. ഇത് ഒരിക്കലും ജയിക്കില്ല. ഇനി നമ്മുടെ ടീമിലെല്ലാം അച്ചിപ്പട്ടികളാണ്. Engaging camo. Allies on B. ഇതാണ് സംഭവം. ഇത് ഈച്ച കോപ്പി COD. CODയുടെ മൊബൈലാണ്. എനിക്ക് അറിഞ്ഞൂടാ. CODയുടെ കോപ്പി ആണെങ്കിലും എനിക്ക് അറിഞ്ഞൂടാ. ഇതിപ്പോ Ubisoft ഇറക്കിയ ഗെയിമാണ്. അമ്മ ആ മൈര മറ്റേ ഇത് വിട്ടടാ. ഇതാരാ? ഹലോ ഹലോ Using flashbang. ഹലോ ഇതാരാ? Zone compromised. വീടാണോ? Hostiles are winning, Agent. ഓ ഞാൻ ഇവിടെ എയർപോർട്ടിലുണ്ടടാ. ഏത് എയർപോർട്ട്? ദുബായിലോ? ഇല്ല വേണ്ട.
ഓക്കെ. ആരൊക്കെ ഉണ്ട് ഇവിടെ? ഇല്ല ഞാൻ ഒറ്റയ്ക്ക് ഇപ്പൊ മണ്ടയ്ക്കുക മണ്ടേലാ? മീൻസ് അതുകൊണ്ട് crowd ടെർമിനെ ഫ്ലൈറ്റ് കയറാൻ guys, നിൽക്കുക. ഇതാണ് ഗെയിം. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ട്രൈ ഔട്ട് ചെയ്ത് നോക്ക് എന്തായാലും. നോക്കിയൊക്കെ പോണേ.